ഹലോ, ഇന്നൊരു ഫ്ലോപ്പ് വീഡിയോ ആണ് കേട്ടോ. എപ്പോഴും സക്സസ് സ്റ്റോറി മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഫ്ലോപ്പായ കാര്യങ്ങളും കൂടി അറിയിക്കണ്ടേ. അപ്പോൾ നമ്മൾ പുതിയൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുൽഫി മേക്കറാണ് കേട്ടോ. കുൽഫി മേക്കർ നമ്മൾ ഇൻസെപ്റ്റോ എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അത്രയൊന്നും റേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എത്ര 49 റുപ്പീസ് എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 8 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മൾ സെപ്റ്റോ എന്ന് പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി ഒക്കെ എത്തിക്കാനുണ്ട്. അപ്പോൾ അപ്പൂൻ്റെ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് 8 എണ്ണമുള്ള പാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് കുൽഫി മേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇടാൻ നോക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. നമുക്ക് വളരെ നല്ല ടേസ്റ്റായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ 2 ഫ്ലേവറാണ് ഉദ്ദേശിച്ചത്, ഒന്ന് ബൂസ്റ്റും ഒന്ന് ഹോർലിക്സും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലോപ്പ് വീഡിയോയിലേക്ക് പോകാം. ഫ്ലോപ്പ് ആയാലും ഇതൊന്നും കളഞ്ഞ് വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. നമ്മളെ അപ്പുക്കുട്ടൻ ഇത് മുഴുവൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ഫ്ലോപ്പ് വീഡിയോ ഉണ്ടാക്കി തരുമെന്നാണ് ചോദിക്കണം. അവന് ഫ്ലോപ്പ് ആയതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 5 രൂപയുടെ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, 5 രൂപയുടെ മറ്റേ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ലിറ്റർ പാൽ, അത് തിളപ്പിച്ച് ആറിയതാണ്. 1/2 ലിറ്റർ ഫുള്ളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര, അത് ഈ 8 എണ്ണത്തിലേക്ക് കൂടെ ഷെയർ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 8 എണ്ണമാണ് ഉണ്ടാക്കണം. അതിൽ 4 എണ്ണത്തിൽ നമ്മൾ ബൂസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, 4 എണ്ണത്തിൽ നമ്മൾ ഹോർലിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും കുറച്ച് ഒന്ന് ബേസ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്തേ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് നമ്മൾ അടുത്തത് പഞ്ചസാര ഇട്ട് കൊടുക്കും. പഞ്ചസാര കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ചിട്ടിട്ട് എല്ലാത്തിലും, കാരണം ഒന്ന് മധുരം സെറ്റാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് മുഴുവനൊന്നും എല്ലാത്തിലും ഇടുന്നില്ല, കുറച്ചായിട്ട് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങളിതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്കൊരു രസകരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഈ പരിപാടിക്ക് നിന്നത്. ആക്ച്വലി ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. കുൽഫിയുടെ മേക്കറിൽ നമ്മളെ പാൽ ഐസ്, അതുപോലെ തന്നെ മാമ്പഴ സീസൺ ആണല്ലോ, അപ്പോൾ മാംഗോ സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് ട്രയൽ എന്ന രീതിയിൽ ഞങ്ങൾ പാക്ക് പൊട്ടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതല്ല വിറ്റ് പറയാൻ. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചീനോട് വരെ പോയി പറഞ്ഞു, ഞങ്ങൾ കുൽഫി ഉണ്ടാക്കുന്നുണ്ട്, ആൻറ്റിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇവരുണ്ടാക്കിയിട്ടൊന്നും തന്നില്ലല്ലോ എന്ന്. എങ്ങനെ പറയുക, ഇത് ഫ്ലോപ്പായി എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ ആൻറ്റിയും കാണൂല, ആൻറ്റിക്ക് ചിരി വരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തത് നമ്മൾ പാലാണ് കേട്ടോ, തിളപ്പിച്ചാറിയ പാലാണ്. ഒരു ഗ്ലാസ്സിൽ ഫുൾ എടുത്തിട്ട് എല്ലാത്തിലും ഷെയർ ചെയ്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബൊക്കെ ചെയ്യണേ, കമൻറ്റും ലൈക്കും ഷെയറൊക്കെ വേണം കേട്ടോ. പാലും ഹോർലിക്സും അല്ലെങ്കിൽ ബൂസ്റ്റും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴെ ഇങ്ങനെ കിടക്കുമല്ലോ, ബൂസ്റ്റ് വേറെ പഞ്ചസാര വേറെ, പാല് പിന്നെ ആദ്യം ഇങ്ങനെ നുണഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുരം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഫീല് വരണ്ടെന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. നമുക്ക് ശരിക്കും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് ഓരോന്നിലും ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി അത്ര വേസ്റ്റ് ആവില്ലല്ലോ. ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി വരും പറഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ രണ്ട് സെക്ഷനായിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഒരു പാത്രത്തിൽ ബൂസ്റ്റും പാലും പഞ്ചസാരയും ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒഴിച്ച് വച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ബാക്കി വന്ന ഹോർലിക്സ് ബൂസ്റ്റ് രണ്ടും ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ നിൽക്കണ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞതും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി കേട്ടോ. അത് മുകളിൽ ഇങ്ങനെ നിന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐസായിട്ട് വന്ന ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുമായിരിക്കും. അല്ലാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് കൂടി ലയിച്ചല്ലേ പോവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചതാണ്. എന്നിട്ട് ആ സ്റ്റിക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അത് ഉള്ളിലേക്ക് പോയി. ഇവിടെ ബൂസ്റ്റ് അപ്പുക്കുട്ടൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഹോർലിക്സ് ഇട്ടു. ഇപ്പോൾ രണ്ട് സെക്ഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് ഇളക്കാനൊന്നും നിൽക്കണ്ട, നമുക്കത് അടച്ചു വയ്ക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. അപ്പോൾ ഇടയിൽ ബൂസ്റ്റിൻ്റെ കട്ടകളും അതുപോലെ തന്നെ നമ്മുടെ ഹോർലിക്സിൻ്റെ തരികളൊക്കെ ഉള്ളത് നല്ലതാണ്. ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തല്ലോ. അപ്പോൾ അപ്പുക്കുട്ടൻ ഓരോന്നായിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ആൾ ഭയങ്കര പ്രതീക്ഷയിലായി. ഇപ്പം റെഡിയാവും പറഞ്ഞിട്ടിരിക്കുക. അവന് ഒരു ക്ഷമയേ ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴാണ് റെഡിയാവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് സമയം എടുക്കും, ഒന്നുമില്ല അടുത്ത ദിവസമായിരിക്കും, കാരണം ഇതെല്ലാം ഒന്ന് സെറ്റായി വരണ്ടേന്ന്. അപ്പോൾ അവനൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, ഞാൻ തന്നെ വെച്ചോളാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അല്ല വിറ്റ് സംഭവം. ഇത് ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ റീസണേ അപ്പുക്കുട്ടനാണ്. അവനെ ഒരു സമാധാനം കൊടുത്തില്ല. ഞാൻ കുളിക്കാൻ പോയ നേരം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുമായിരുന്നു പണി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ പൊക്കുമ്പോഴേക്കും ആ സ്റ്റിക്ക് ഇങ്ങനെ ഊരി വന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഫ്ലോപ്പായിരുന്നു കേട്ടോ.
അപ്പോൾ അവൻ പറയാണ് അമ്മ ഇതെന്താ അമ്മ ഇങ്ങനെ ഫ്ലോപ്പ് ആവാൻ കാരണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതെന്തോ സമയമായിട്ടില്ല മോനെ, 2 ദിവസം എടുക്കും തോന്നുന്നുണ്ട്, അപ്പോൾ ഒരു രാത്രി ഒരു പകൽ ഫുള്ള് വെക്കണം, ഞങ്ങളിപ്പോൾ ഒരു രാത്രിയല്ലേ വെച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ, അപ്പോഴൊക്കെ സെറ്റായിട്ടില്ല എന്ന് നോക്കി നോക്കി ഇങ്ങനെ ആക്കി, ആ കുഴി പോലെ കണ്ടില്ലേ, അവന് തനിയെ എടുത്ത് നോക്കിയതാ. ഇപ്പം ലാസ്റ്റ് ഇതാണ് ഔട്ട്പുട്ട്. അപ്പം നമ്മുടെ കുൽഫി ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ റീസൺ അപ്പുക്കുട്ടനാണ്. അപ്പുക്കുട്ടൻ്റെ ക്ഷമയില്ലാതെ. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും വരാമേ. അപ്പോൾ താങ്ക്